ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുറച്ച് നാൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ വളരെ മനോഹരമായി തോന്നി. അത് ഇപ്രകാരമായിരുന്നു: ഒരു സ്ത്രീ വെളിമ്പ്രദേശത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് കുറേ പേരുകളൊക്കെ വിളിക്കുകയാണ്. എന്നാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിനുശേഷം ഒരു മനുഷ്യൻ മുന്നിലോട്ട് കയറി വന്നിട്ട് ഈ പേരുകളൊക്കെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഉടനെ തന്നെ എവിടെ നിന്നോ കുറേ ആടുകളും പശുക്കളുമൊക്കെ ഇയാളുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. എന്നിട്ട് സ്നേഹത്തോടെ അവരെ പരിലാളിക്കുകയാണ്. അതെ, അവരുടെ ഇടയനായിരുന്ന വ്യക്തി. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പെസഹ കാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത് ദ ഗുഡ് ഷെപ്പേർഡ് സൺഡേ, നല്ല ഇടയൻ്റെ ഞായറാഴ്ച എന്നാണ്. എന്താണ് ഈ നല്ല ഇടയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു നമ്മുടെ സംരക്ഷകനും നേതാവുമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഗുഡ് ഷെപ്പേർഡ് സൺഡേയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതെ, ഇന്നത്തെ സുവിശേഷ ഭാഗവും നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നതും ഈ നല്ല ഇടയൻ്റെ ഒരു ഉപമ തന്നെയാണ്. എന്നാൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്ക ഭാഗത്തേക്കും അവസാന ഭാഗത്തേക്കും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശു ഫരിസേയരും പുരോഹിത പ്രമുഖന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നതാണ്. അതിനിടയിൽ എന്തിനാണ് ക്രിസ്തു ഈ ഇടയൻ്റെ സങ്കല്പം അവിടെ വരച്ചു ചേർക്കുന്നത്? യഥാർത്ഥത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ താളുകളൊക്കെ മറിക്കുമ്പോൾ ഇപ്രകാരം ഒരു സങ്കല്പം നമുക്ക് വളരെ സ്പഷ്ടമായി കാണാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, ഇസ്രായേൽക്കാരുടെ പിതാവായ അബ്രഹാം ഒരു ഇടയനായിരുന്നു. പിന്നീട് വന്ന മോശയും ന്യായാധിപന്മാരും രാജാക്കന്മാരുമെല്ലാം യഥാർത്ഥത്തിൽ ഒരു ഇടയൻ്റെ പരിവേഷത്തിലൂടെ കടന്നുപോയവരാണ്. എന്തിനേറെ പറയുന്നു, ഇസ്രായേൽ ജനം പോലും നയിക്കപ്പെട്ടിരുന്നത് ഒരു ഇടയൻ്റെ കീഴിലായിരുന്നു. മരുഭൂമിയിലുള്ള അവരുടെ യാത്ര ഒരു ഇടയൻ തൻ്റെ അജഗണത്തെ നയിക്കുന്നത് പോലെയാണെന്ന് അത് വായിക്കുമ്പോൾ വളരെ സുന്ദരമായി മനസ്സിലാക്കുന്നുണ്ട്. അതിനർത്ഥം ആടുകളെ അറിയുന്ന ഒരു ഇടയനാണ് നിങ്ങളുടെ ദൈവമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പഴയ നിയമഗ്രന്ഥങ്ങളിൽ ദൈവവും അജഗണവും, ദൈവവും ആളുകളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സങ്കല്പത്തിന് ഒരല്പം വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇടയൻ ആട് എന്ന സങ്കല്പത്തിന് പകരം യജമാനനും ദാസനുമായിട്ട് മാറുന്നുണ്ട്. അതെ, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൊണ്ടുവന്ന നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കാരണം പലപ്പോഴും ആ സങ്കല്പത്തിന് യജമാനൻ ദാസൻ എന്ന സങ്കല്പത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അല്പം ശിക്ഷാവിധിയുടെയും പേടിയുടെയും ഭയപ്പെടുത്തിൻ്റെയും ഒന്നായി ദൈവത്തിന് പരിവേഷം ലഭിക്കുന്നു. അതുകൊണ്ടാണ് പലരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഒരു ഹെക്ടിക്, ഒരു തലവേദനയെ കണ്ടുവരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നത്. അവിടെയാണ് ക്രിസ്തു നിങ്ങളുടെ ദൈവം യജമാനനായിട്ടല്ല, മറിച്ച് ആടുകളെറിയുന്ന നല്ലവനായ ഒരു ഇടയനാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഇടയനെ അറിയുന്ന ആടുകളായി മാറുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്നൊരു വിളി കൂടി അതിലുണ്ട്. അതെ, ഇടയൻ ആടുകളെ അറിയുമ്പോൾ നല്ല ആടുകൾ ഇടയനെയും തിരിച്ചറിഞ്ഞിരിക്കണം. പക്ഷേ അതിന് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ ചില വ്യക്തികളൊക്കെ പലപ്പോഴും ഇടയനെ അറിയാതെ പോകുന്ന ആടുകളായി മാറാറുണ്ട്. ചിലരൊക്കെ യോന പ്രവാചകനെ പോലെയാണ്. ഓർക്കുക, ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റാണെന്ന് അവർക്കറിയാം. എന്നിട്ടും വീണ്ടും അവർ അതിൽ തന്നെ തുടരുകയാണ്. ഏതാണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ വരുന്ന വിള്ളൽ പോലെ ചില ആഗ്രഹങ്ങൾ, ചില പ്രവൃത്തികൾ, ചില ചിന്തകൾ, ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതിന് പകരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അവർക്കറിയാം അത് തെറ്റാണെന്ന്. എന്നിട്ടും അവർ അത് മുന്നോട്ട് കൊണ്ടുപോയി തങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നുണ്ട്. ഒടുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി തിരിച്ചു വരാനായി ചിലർ ശ്രമിക്കുമ്പോൾ ചിലർ അതിന് കഴിയാതെ തങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇനിയുമുണ്ട് ചില ആടുകൾ, ചില ജനങ്ങൾ. അവർ ഏതാണ്ട് അബ്ശലോമിനെ പോലെയാണ്. സ്വന്തം കഴിവിലും സ്വന്തം പ്രവൃത്തിയിലുമൊക്കെ അതിയായി അഭിരമിച്ച് മുന്നോട്ട് പോകുന്നവർ. ഏതാണ്ട് ചെറുപ്പക്കാരും യുവാക്കളുമൊക്കെ ഇപ്രകാരമുള്ള ഗണത്തിൽപ്പെടുന്നവരാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ തൻ്റെതായ പ്രവൃത്തിയിലും തൻ്റെതായ കഴിവിലുമൊക്കെ അതിയായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ. അവർക്ക് സംഭവിക്കുന്നതോ ഒരു കഷ്ണം പാത്രത്തിലെ ഇറച്ചി കഷ്ണമായി മറ്റുള്ളവർക്ക് മുമ്പിൽ മാറുന്നത് പോലെ സ്വന്തം ജീവിതം ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിന്മേലോ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് കളയുന്നവർ. ഇനിയുമുണ്ട് ചില ആടുകൾ. അവർ മോശയെ പോലെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കാതെ കുറ്റബോധത്തോടെ കണക്കാക്കി ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നവർ. ചില മാതാപിതാക്കന്മാരും ചില വയോധികരുമാണവർ. അതെ, ജീവിതത്തിലെ ചില തെറ്റുകൾ കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനാകാതെ പിന്നീട് അവർ ഒളിച്ചോടുകയാണ്. ഒടുവിൽ താൻ ചെയ്ത കുറ്റത്തെ വീണ്ടും വീണ്ടും ഉള്ളിൽ ഒരു നെരിപ്പോട് പോലെ ഇട്ടിട്ട് തങ്ങളെ തന്നെ സ്വയം ശിക്ഷിക്കുന്നവർ. സ്നേഹം നിറഞ്ഞവരെ, ഈ 3 ഗണത്തിൽപ്പെടുന്ന ആടുകൾക്കും യഥാർത്ഥത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ, ഇടയനിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പത്രോസിനെ പോലെ ഒരു നിലവിളി, അല്ലെങ്കിൽ ധൂർത്തപുത്രനെ പോലെ തിരിഞ്ഞൊരു നടത്തം മാത്രം മതി ഇടയൻ ഓടി വന്ന് നമ്മുടെ കോരിയെടുക്കാൻ. എന്നാൽ പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോകുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള ഒരാടായിട്ടാണ്, ഒരു ജനമായിട്ടാണ് നാം മാറേണ്ടെന്ന് ഒരു ചോദ്യം ഉയരുമ്പോൾ അതിനുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി പറഞ്ഞു വന്ന് ക്രിസ്തുവെന്ന കുഞ്ഞാടായി മാറുക. അതെ, ക്രിസ്തുവെന്ന കുഞ്ഞാട് തൻ്റെ ദൈവത്തെ നോക്കി നടന്നവനാണ്. തൻ്റെ ഇഷ്ടങ്ങളല്ല, തൻ്റെ ആഗ്രഹങ്ങളല്ല,
തൻ്റെ അഭിലാഷങ്ങളല്ല, മറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി നടന്നവനാണ് ക്രിസ്തു. ഓർക്കുക, ഈ കുഞ്ഞാടിന് പോലും യഥാർത്ഥത്തിൽ ഒരു പ്രലോഭനം ഗാഗുൽത്താ മലയിൽ വെച്ച് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവൻ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നതിന് തന്നെ സമർപ്പിക്കുമ്പോൾ പിന്നീട് ദൈവം അവൻ്റെ ആഗ്രഹത്തിന് ഒരു വലിയൊരു മാനം നൽകുകയാണ്. ശരിയാണ്, ചിലപ്പോൾ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ വേണ്ട എന്ന് വെച്ചേക്കാം. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടന്നു വന്നേക്കാം. പക്ഷെ ഓർക്കുക, ഇടയൻ്റെ വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ നാം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കാരണം അവിടെ നിന്ന് നമ്മെ നയിക്കുക പ്രശാന്തമായ ജലാശയത്തിലേക്കും പച്ച പുൽത്തകിടികളിലേക്കാണെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമുക്കും ഈ കുഞ്ഞാടായി മാറാം. യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചേരാനാവാത്ത ഒരു വസ്തുതയല്ല, മറിച്ച് നമ്മുടെ മുൻപിലുള്ള വെറും ഒരു സാധ്യത മാത്രമാണ്. അതേ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിനെ പോലെ കുഞ്ഞാടായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അതേ ഇടയൻ്റെ ആഗ്രഹം അനുസരിച്ച് സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മാറ്റിവെക്കുന്ന നല്ല കുഞ്ഞാടുകളായി മാറാം. ശരിയാണ്, ചിലപ്പോൾ സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഭാരങ്ങളെല്ലാം നിറഞ്ഞ വഴിയിലൂടെ നാം നടക്കേണ്ടി വന്നാലും ഓർക്കുക, അവിടെ നിന്ന് നമ്മെ നയിക്കുക പ്രശാന്തമായ ജലാശയത്തിലേക്കും പച്ചപ്പുൽ തകിടികളിലേക്കുമായിരിക്കും. അങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോൾ വളരെ മനോബലത്തോടെ ധൈര്യത്തോടു കൂടി സങ്കീർത്തനം 23 പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്ക് അനുഭവവേദ്യമാകും. ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഒരിക്കലും ഞാൻ ഭയപ്പെടുകയില്ല. അതുപോലെ തന്നെ ശത്രുക്കളുടെ മുൻപിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കിയെന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഈ യാത്രക്കിടയിൽ പലപ്പോഴും വീണുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചിലപ്പോൾ മുറിവുകളും പരിക്കുകളുമൊക്കെ പറ്റിയേക്കാം. പക്ഷെ പേടിക്കേണ്ട, കാരണം ക്രിസ്തുവിനൊപ്പം നടക്കുന്ന, ദൈവത്തിനൊപ്പം നടക്കുന്ന നല്ല കുഞ്ഞാടായി മാറുമ്പോൾ നമ്മുടെ പരിക്കുകളും മുറിവുകളുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ പിന്നീട് നടക്കുക അവൻ്റെ തോളിലേറ്റി സഞ്ചരിക്കാനുള്ള ഭാഗ്യമാണ്. അതെ, അവിടുത്തെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്ക് ലഭിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. ഒരുപാട് കഷ്ടപ്പാടുകളും സങ്കടങ്ങളുമൊക്കെ ജീവിതത്തിൽ നിറഞ്ഞേക്കാം. പക്ഷേ ദൈവമെന്ന ഇടയൻ്റെ വാക്ക് കേട്ട് നടക്കുന്ന നല്ല കുഞ്ഞാടായി മാറുമ്പോൾ അവിടുന്ന് നമുക്ക് ഒരുപാട് സാധ്യതകൾ മുന്നിൽ തരും. എന്നാൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും കാലങ്ങൾക്കപ്പുറം ദൈവം തരുന്ന പ്രശാന്തമായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പച്ചപ്പുൽ തകിടികളിലേക്കും പ്രശാന്തമായ ജലാശയത്തിലേക്കും അവിടുന്ന് നമ്മെ നയിക്കുമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതിനായി പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ നല്ല കുഞ്ഞാടായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.